294 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. നമ്മൾ ഈ കേട്ട അലേർട്ട് മെസ്സേജ് നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മളിന്നൊരു പണമിടപാട് നടത്തുന്നതിന് ഫോൺപേ, ഗൂഗിൾ പേ, ഭീം തുടങ്ങിയ UPI എനേബിൾഡ് ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ഡിജിറ്റൽ ഇടപാട് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മാത്രമല്ല, സ്വന്തമായി ഡിജിറ്റൽ കറൻസിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ 10 വർഷം മുന്നേ ഇതായിരുന്നില്ല അവസ്ഥ. ഇന്നത്തേതിലും പകുതിയോളം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ രൂപയും അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് സംവിധാനങ്ങളും പല കാലഘട്ടത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. നമ്മുടെ കറൻസിയും അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് സംവിധാനങ്ങളും കടന്നു വന്ന ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചിട്ട് വന്നാലോ? സോ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ദ അൺഫോൾഡിംഗ് റുപ്പി. നമുക്കറിയാം, എക്കണോമിക് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൻ്റെ ഒരു മാധ്യമമായിട്ടാണ് നമ്മൾ പണം ഉപയോഗിക്കുന്നത്, അല്ലേ? എന്നാൽ പണ്ട് കാലത്ത് പണം എന്നൊരു സംവിധാനം നിലവിൽ വരുന്നതിന് മുന്നേ ബാർട്ടർ സിസ്റ്റമാണ് നിലവിലുണ്ടായിരുന്നത്. എന്താണ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു വസ്തു മറ്റൊരാൾക്ക് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലുള്ള വസ്തു ഞാൻ വാങ്ങുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ബാർട്ടർ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണത്? ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ആവശ്യമുള്ള ഒരു വസ്തു മറ്റൊരാളുടെ കയ്യിൽ ഉണ്ടാവുകയും അദ്ദേഹത്തിന് ആവശ്യമുള്ള വസ്തു എൻ്റെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ നമുക്കത് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത്, എനിക്ക് ആവശ്യം ഒരു ബാഗ് പച്ചക്കറിയാണെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ ആ പച്ചക്കറി വാങ്ങുന്ന ആൾക്ക് ആവശ്യം കന്നുകാലികളാണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഈ കന്നുകാലികൾ ഉണ്ടാവുകയും അദ്ദേഹം ഒരു ബാഗ് പച്ചക്കറിക്ക് പകരം എൻ്റെ കയ്യിലെ കന്നുകാലികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങൾ കൈമാറുന്ന ഒരു സംവിധാനത്തിനെയാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബാർട്ടർ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പം തന്നെ എന്താണ് ബാർട്ടർ സംവിധാനം എന്നതിൻ്റെ പോരായ്മ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബാർട്ടർ സംവിധാനത്തിലെ ഈ ഒരു പോരായ്മ, അതായത് ഒരിക്കലും നമുക്കറിയാം കന്നുകാലികൾക്ക് തുല്യമല്ല ഒരു ബാഗ് പച്ചക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഏകീകൃത യൂണിറ്റ് ഇല്ലാത്തത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. ഈ ഒരു പോരായ്മ മറികടന്ന് പുതിയൊരു മാധ്യമം എന്നതാണ് പണം എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിലോട്ട് മനുഷ്യനെ എത്തിച്ചത്. പണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കോയിനുകളും പേപ്പർ നോട്ടുകളും കടന്നു വരാറുണ്ടല്ലേ? എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആരംഭം 2 കാലഘട്ടത്തിലാണ്. ലോകത്താദ്യമായിട്ട് കോയിനുകൾ പുറത്തിറക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ ഡോക്യുമെൻറ്റഡ് കോയിൻസ് എന്ന് പറയുന്നത് 600 BC പുറത്തിറക്കിയിട്ടുള്ള പഞ്ച് മാർക്ക്ഡ് കോയിൻസാണ്. അതിന് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്ന് പേര് കിട്ടാൻ കാരണം അതിലുപയോഗിച്ചിരിക്കുന്ന പ്രത്യേക മാനുഫാക്ചറിങ് ടെക്നിക്കാണ്. അതായത് സിൽവർ കോയിനുകൾ പ്രത്യേക മുദ്രകൾ പഞ്ച് ചെയ്ത് വച്ചിരുന്നു. ഈ കോയിനുകൾ ഇന്ത്യയിൽ ജനപദാസിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇമ്പീരിയൽ മൗര്യാസിൻ്റെ സമയത്തുമാണ് പുറത്തിറങ്ങുന്നത്. സൂര്യൻ, കുന്നുകൾ, മരങ്ങൾ തുടങ്ങിയ പല സിമ്പലുകളും ഇതിൽ പഞ്ച് മാർക്ക് ചെയ്ത് ചേർത്തിരുന്നു. ഇതിനു മുന്നേ തന്നെ ഇന്ത്യയിൽ കോയിനുകൾ ഉള്ളതായിട്ട് പല വേദിക് ടെക്സ്റ്റുകളിൽ പറയുന്നുണ്ടെങ്കിലും കൃത്യമായ രേഖകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ പഞ്ച് മാർക്ക്ഡ് കോയിനുകളെയാണ് നമ്മൾ ആദ്യത്തെ ഡോക്യുമെൻറ്റഡ് കോയിനുകൾ എന്ന് പറയപ്പെടുന്നത്. പിന്നീടാണ് ഡൈനാസ്റ്റി കോയിനുകളുടെ കടന്നുവരവെന്ന് പറയുന്നത്. അതായത് കുഷാനാസിൻ്റെ കാലത്തും ഗുപ്താസ്, അതുപോലെ ശതവാഹനാസ് തുടങ്ങിയവരുടെ സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ഡൈനാസ്റ്റി കോയിനുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ ഡൈനാസ്റ്റി കോയിനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പലതരത്തിലുള്ള ചരിത്ര തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാലും പലതരത്തിലുള്ള ഡൈനാസ്റ്റി കോയിനുകൾ കാണാൻ പറ്റും. ഉദാഹരണം ചോളാസ്, പാണ്ഡ്യാസ്, പല്ലവാസ് തുടങ്ങിയവരുടെ ഡൈനാസ്റ്റി കോയിനുകൾ നമുക്കവിടെ സൗത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ പല വിദേശ രാജ്യങ്ങളുടെ കോയിനുകളോടെ കണ്ടിട്ടുണ്ട്. ഉദാഹരണം റോമാ സാമ്രാജ്യത്തിൻ്റെ കോയിനും അവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ രാജ്യം മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടും ഒരു വ്യാപാരം നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണിത് സൂചിപ്പിക്കുന്നത്. ഒരു ഏർലി മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് കോയിനേജിൽ കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം നടന്നതായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കോയിനേജിൽ മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്താണ്. പ്രത്യേകിച്ച് ഇൽത്തുമിഷിൻ്റെ സമയത്ത് തങ്ക, ജിതാൽ തുടങ്ങിയ കോയിനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇന്ത്യയിലൊരു ഏകീകൃത കോയിനേജ് കൊണ്ടുവരുന്നതിന് തുടക്കം കുറിച്ചു. പിന്നീട് തുഗ്ലക്കിൻ്റെ സമയത്താണ് ഈ ഒരു കോയിനേജിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട്
കോയിനേജിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു ഭരണാധികാരിയാണ്. കാരണം അദ്ദേഹമാണ് ടോക്കൺ കറൻസിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം ഈ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളുടെ ഒരു പരാജയത്തെ തുടർന്ന് അത്രത്തോളം ശ്രദ്ധ നേടാതെ പോയ ഒന്നാണ്. പിന്നെ ഖിൽജിയുടെ സമയത്തും പിന്നീട് നമുക്ക് മുഗൾ സാമ്രാജ്യ സമയത്തും മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഷേർഷാ സൂരിയുടെ സമയത്താണ് ഇന്ത്യയിൽ റുപ്പയ എന്ന് പറയുന്ന പുതിയ കോയിൻസ് ഉണ്ടാകുന്നത്. അത് സിൽവർ കോയിൻസ് ആയിരുന്നു. ഈ റുപ്പയുടെ പ്രത്യേകത, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ കറൻസി ആയിട്ടുള്ള റുപ്പയ എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കോയിനുകളുടെ മിൻറ്റിങ് ആരംഭിക്കുമ്പോൾ അവർ ആദ്യകാല മുഗൾ ശൈലിയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ വിജയനഗര ശൈലിയുമാണ് ആദ്യം ബ്രിട്ടീഷുകാർ പിന്തുടർന്നത്. 1906 ഇന്ത്യൻ കോയിനേജ് ആക്ട് പാസ്സാകുന്നത് ഇന്ത്യയിൽ മിൻറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ഇന്ത്യയിൽ തന്നെ കോയിനുകൾ പുറത്തിറക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി നമ്മളടുത്ത് പേപ്പർ കറൻസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ പേപ്പർ കറൻസികളുടെ പ്രിൻറ്റിങ് ആരംഭിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ സ്വകാര്യ ബാങ്കുകൾക്ക് സർക്കാർ അനുമതിയോടുകൂടി കറൻസി നോട്ടുകൾ പ്രിൻ്റ് ചെയ്യാമായിരുന്നു. അതിൽ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ തുടങ്ങിയവയെല്ലാം തന്നെ ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ പ്രിൻ്റ് ചെയ്തിരുന്ന സ്വകാര്യ ബാങ്കുകളായിരുന്നു. 1806, 1840, 43 എന്നീ വർഷങ്ങളിൽ ഇന്ത്യയിൽ പ്രസിഡൻസി ബാങ്കുകൾ നിലവിൽ വരുന്നുണ്ട്. പിന്നീട് ഈ പ്രസിഡൻസി ബാങ്കുകൾക്കായിരുന്നു ഗവൺമെൻറ് നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള ചുമതല കൊടുത്തിരുന്നത്. ഈ പ്രസിഡൻസി ബാങ്കുകളിൽ ബംഗാൾ പ്രസിഡൻസി ബാങ്ക് പുറത്തിറക്കിയ 3 തരത്തിലുള്ള നോട്ടുകളായിരുന്നു യൂണിഫൈ സീരീസ്, കൊമേഴ്സ് സീരീസ്, അതുപോലെ തന്നെ ബ്രിട്ടാനിയ സീരീസ് നോട്ടുകൾ. ഈ നോട്ടുകളിൽ വ്യാജന്മാരെ തടയുന്നതിന് സങ്കീർണമായിട്ടുള്ള നിറങ്ങളും പാറ്റേണുകളും കൊടുത്തിരുന്നു. പ്രസിഡൻസി ബാങ്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ 3 പ്രസിഡൻസി ബാങ്കുകളും മെർജ് ചെയ്താണ് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയും അതാണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. 1861 ഇന്ത്യയിൽ പേപ്പർ കറൻസി ആക്ട് നിലവിൽ വരുന്നത്. ആ ഒരു നിയമം നിലവിൽ വരുന്നതോടുകൂടി ഇന്ത്യയിൽ പേപ്പർ കറൻസികൾ പുറത്തിറക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് കയ്യിലായിട്ട് മാറുന്നുണ്ട്. എന്നാൽ UK പ്രിൻ്റ് ചെയ്യുന്ന ഈ കറൻസികൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നതിനും മാനേജ്മെൻറ്റ് നടത്തുന്നതിനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രസിഡൻസി ബാങ്കുകളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ക്രമേണ ഗവൺമെൻറ് പ്രസിഡൻസി ബാങ്കുകളുമായിട്ടുള്ള കരാർ റദ്ദാക്കി. പിന്നീട് കറൻസി മാനേജ്മെൻറ്റ് മിൻ മാസ്റ്റേഴ്സ്, അക്കൗണ്ട് ജനറൽ, കൺട്രോളർ ഓഫ് കറൻസി എന്നിവരെ ഏൽപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യകാലത്ത് പുറത്തിറങ്ങുന്ന നോട്ടുകൾ 10, 20, 50, 100, 1000 എന്നീ മൂല്യങ്ങളിലുള്ള വിക്ടോറിയ പോർട്രേറ്റ് സീരീസ് നോട്ടുകളായിരുന്നു. 1867 ഒരു വ്യാജ നോട്ടുകളുടെ പരമ്പരയെ തുടർന്ന് ഈ ഒരു വിക്ടോറിയ പോർട്രേറ്റ് സീരീസ് നോട്ടുകൾ റദ്ദാക്കുകയും അണ്ടർ പ്രിന്റ് സീരീസ് നോട്ടുകൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1928 നാസിക്കിൽ കറൻസി പ്രിൻ്റ് ചെയ്യുന്ന പ്രസ്സിന് തുടക്കം കുറിക്കുന്നതോടുകൂടി ഇന്ത്യയിൽ കറൻസി പ്രിൻ്റ് ചെയ്യുന്ന ഒരു ചരിത്രം ആരംഭിക്കുകയാണ്. എന്നാൽ 1928 മുന്നേ ഇന്ത്യയിൽ ലഭ്യമായിരുന്ന നോട്ടുകളെല്ലാം തന്നെ UK തോമസ് ഡിലാറോവിലാണ് പ്രിന്റ് ചെയ്തിരുന്നത്. 1935 നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് പണത്തിൻ്റെ പുതിയൊരു ചരിത്രം പിറക്കുകയാണ്. അപ്പോൾ എന്താണ് RBI നമ്മുടെ രാജ്യത്തിൻ്റെ പണ സംവിധാനവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇത്തരത്തിൽ RBIയുമായി ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള ചരിത്രം അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും താങ്ക്